എന്നെ ജീവിതത്തിലൊരു പരിഭവത്തിലാക്കിയ ഒരു മഹാഗുരുവിന്റെ കൂടെ ഗുരു. ഈ ഗുരു എന്നെ ബ്ലോഗർ ആവാൻ വേണ്ടി പറഞ്ഞു. ഞാൻ ബ്ലോഗറായി. എന്തേ ആർക്ക് അവതാരം പറയുന്നത്. പിന്നെ ലാസ്റ്റ് എന്നെ കൊണ്ട് പാട്ട് പഠിപ്പിച്ചു. അതും ഒരു കുളത്തിലാക്കി. അതിനിടയ്ക്ക് പഠിപ്പിക്കൂ. അതായത് നമ്മൾ ഏതൊരു ഡാൻസും തുടങ്ങേണ്ട ഉദാഹരണത്തിന് ഒരു റീല് പുതിയ സ്റ്റെപ്പാണ് നിന്നെ പഠിപ്പിക്കാൻ. പിന്നെ ഇടക്ക് കൈകൾ ഇങ്ങനെ വിടർത്തണം. പിന്നെ ഇടത്തെ ഭാഗത്തേക്ക്, പിന്നെ വലത്തെ ഭാഗത്തേക്ക്, പിന്നെ മന്ദഗതിയിൽ ഒരു നടത്തം, കൈകൾ വീശി നടത്തുക. ഈ ഗുരുവോ ഓക്കെ ഞാനൊന്ന് പറയുമ്പോൾ താങ്കൾ തുടങ്ങാം. ഓക്കെ തുടങ്ങാണ്. റെഡി 1 2 3 സ്റ്റാർട്ട്. വലത്തോട്ട് ഇനി കൈകൾ വീശു കൈകൾ. യെസ് ഒന്നുകൂടി വീശു. എന്നിട്ട് ആകാശത്തേക്ക് നോക്കൂ. യെസ് ഓക്കെ. ഇനി മുമ്പ് മതി. യെസ് കറക്റ്റ്. ഇനി ഞാനൊരു പാട്ട് പാടും. അതിനനുസരിച്ച് താങ്കൾ ഇതേപോലെ ഒന്നാ ശ്രദ്ധിക്കേണ്ടിയുള്ളൂ. ഇടക്ക് താങ്കൾ കൈകൾ വീശണം. പിന്നെ കാല് വളരെ വലത് ഇടത്ത്, വലത് ഇടത്. തുടങ്ങിയോളൂ. സ്റ്റാർട്ട് ചെയ്യാൻ പറയൂ. ഓക്കെ പാട്ട് പാടും. പാട്ടാണ്. ഓക്കെ റെഡി 1 2 3 നോ ഹേ എന്ന് പറയുമ്പോ പ്യാര് ഹേ. ഓക്കെ നോ അങ്ങനല്ല. പ്യാര് ഹേ മന്ദഗതി. പ്രണയാത്മകം അങ്ങനെ പറയോ. നോ അങ്ങനല്ല. കാണിച്ചു വെരി ഗുഡ് ഗുരു. എന്നെ ഡാൻസ് പഠിപ്പിച്ചു. പിന്നെ എനിക്ക് ഇതിനോട് പറയാനുള്ളത്, ഈ ഡാൻസിന് പ്രത്യേക സ്റ്റെപ്പുകളൊന്നുമില്ല. നമ്മളുണ്ടാകുന്ന സ്റ്റെപ്പുകളാണ്. പിന്നെ ഒരാൾ പാട്ടുകാരന്, ഒരാൾ ഡാൻസ്, അങ്ങനെ ഒന്നുമില്ല. ഈ ഡാൻസും പാട്ടും ഉണ്ടായത് തന്നെ മനുഷ്യന് സന്തോഷം ഉണ്ടാവുമ്പോൾ നൃത്തം ചെയ്തു എന്നാണ്. അതിനാണ്, അല്ലാതെ അതിന് ആരെങ്കിലും ക്ലാസ് പോയതോ ഒന്നുമല്ല. ഇറ്റ് ഈസ് നാച്ചുറൽ. ഓക്കെ താങ്ക് യു ഗുരു. അപ്പൊ എന്നെ ഡാൻസ് പഠിപ്പിച്ചുകൊണ്ട് താങ്കൾ എന്നെ കുളമാക്കാൻ പ്ലാൻ ചെയ്തു? ഒരിക്കലല്ല. ഇത് ഡാൻസ് എന്ന് പറയുന്നത് മനുഷ്യന്റെ എല്ലാ അവയവങ്ങളും ഇളകുന്നു. മാത്രമല്ല ഹോൾ ബോഡി വർക്കൗട്ട്. മാത്രമല്ല ഇതൊക്കെ മനഃശാസ്ത്രമാണ്. അതായത് നമ്മളെ മനസ്സിന്റെ സന്തോഷം നമ്മൾ പ്രകടിപ്പിക്കും. ഇത് നല്ലൊരു മെന്റൽ ഫിറ്റ്നസ് ആണ്. നല്ലൊരു മറ്റൊന്ന് ഇത് കാണുന്ന ആളുകളിലേക്ക് നമ്മൾ സന്തോഷം നമ്മൾ ഓരോ സെല്ലിലേക്കും നമ്മൾ സന്തോഷം. താങ്ക് യു ഗുരു.